ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി KP ശശികല ടീച്ചർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ ഈ വാർത്തകളെല്ലാം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഏപ്രിൽ 7 മുതൽ വാദം തുടങ്ങാൻ പോകുന്നു. അടുത്ത മാസം 14-നകം നിലപാട് എഴുതി നൽകണം. അപ്പോൾ വളരെ സുപ്രധാനമായ ഒരു കേസ് വീണ്ടും ചൂടുപിടിക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ കോടതി എടുത്ത തീരുമാനങ്ങളെ ടീച്ചർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ഈ വിഷയത്തിൽ അവർക്ക് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നോ അവർക്ക് അവകാശമില്ല എന്നോ ഒക്കെ വെളിപ്പെടുത്തത്തക്ക വിധത്തിലാണ് കേരള ഗവൺമെന്റ്, പ്രത്യേകിച്ച് പിണറായി സർക്കാർ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ പെരുമാറിയത്. വിധി വന്നപ്പോൾ എന്നല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവസാന വാക്ക് ഇവിടുത്തെ രാഷ്ട്രീയമാണ്, അവിശ്വാസികളാണ് എന്ന നിലയിലാണ് പോകുന്നത്. അപ്പൊ അതല്ല, അതിന്റെ ഏറ്റവും വലിയ ജഡ്ജി എന്ന് പറയുന്നത് അയ്യപ്പൻ തന്നെയാണ്. അയ്യപ്പസ്വാമി തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു ടൈമിൽ തന്നെ ഇത് എടുപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എലക്ഷൻ വന്ന് നിൽക്കുകയാണ്. സുപ്രീം കോടതിയിൽ മാത്രം എഴുതി കൊടുത്താൽ പോരാ എന്ന് എനിക്ക് തോന്നുന്നു. അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2 മുന്നണികളും അവരുടെ ഈ വിഷയത്തിലുള്ള അവരുടെ നയം എന്താണ് എന്ന്, 3 മുന്നണികളും അവരുടെ നയം എന്താണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞേ മതിയാവുള്ളൂ. അപ്പൊ നമുക്കറിയാം, ക്ഷേത്രങ്ങൾ ഭരിക്കാൻ ഹിന്ദു MLA-മാരും ഹിന്ദു മന്ത്രിമാരുമാണ് അതിന്റെ അധികാരികൾ, അതിന്റെ ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ. പക്ഷെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ ചർച്ച ചെയ്യാറില്ല. ആരും മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്താറില്ല. ഞങ്ങളുടെ ക്ഷേത്ര നയം എന്താണ്, ക്ഷേത്രങ്ങളോടുള്ള ഞങ്ങളുടെ ഇത് ഒരിക്കലും മാനിഫെസ്റ്റോയിൽ പറയാറില്ല. അപ്പൊ ഇതൊരു കള്ളത്തരത്തിലാണ്. മറ്റ് കാര്യങ്ങൾ മാനിഫെസ്റ്റോ ആയി പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കുകയും അതിന് ജനവിധി മേടിച്ചുകൊണ്ട് ഭരിക്കുമ്പോൾ കൂട്ടത്തിൽ തങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ ഇതിനെയൊക്കെ ദുരുപയോഗം ചെയ്യാം. അതിന്റെ ഇരയായിരുന്നു ഇവിടുത്തെ അയ്യപ്പ ഭക്തർ 2018-19 കാലഘട്ടത്തിൽ. അതിന്റെ ഇരയായിരുന്നു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാർ യുവതീ പ്രവേശനത്തിനെ എതിർത്തുകൊണ്ട് അവർ അവസാന കാലഘട്ടത്തിൽ അവര് സത്യവാങ്മൂലം കൊടുത്തെങ്കിൽ അതും ഇവിടുത്തെ അയ്യപ്പ ഭക്തരോട് ചോദിച്ചിട്ടല്ല. ഇവര് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് കൊടുത്തതും അയ്യപ്പ ഭക്തരോട് ചോദിച്ചിട്ടല്ല. ഇതിന്റെ അവസാന വാക്ക് അയ്യപ്പ ഭക്തരല്ലേ. അനുകൂലിച്ചാണെങ്കിലും പ്രതികൂലിച്ചാണെങ്കിലും അത് വേണ്ടിയിരുന്നത് ഭക്ത സംഘടനകളുമായി, ഹൈന്ദവ സംഘടനകളുമായി, സാമുദായിക സംഘടനകളുമായി ജനാധിപത്യപരമായ ചർച്ച നടത്തി അതിൽ നിന്ന് കിട്ടുന്ന തീരുമാനമല്ല. അല്ലാതെ ഒളിച്ചും പാത്തും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഞങ്ങൾ സഹായം ചെയ്തു തരാം എന്ന് പറഞ്ഞ നിലയ്ക്കുള്ള ചർച്ചകളല്ലല്ലോ വേണ്ടത്. ഇത്തരത്തിൽ ഇത് ശരിക്കും പരസ്യമായ ചർച്ചകൾ നടത്തി അതിൽ നിന്നല്ലേ ഒരു ആശയം രൂപീകരിക്കപ്പെടേണ്ടിയിരുന്നത്. അതല്ലാതെ ഭരിക്കുന്നവർ ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടിക്ക് വേണ്ട എന്ന് തോന്നി, യുവതീ പ്രവേശനം വേണ്ട എന്ന് തോന്നിയാൽ വേണ്ട, പിണറായിക്ക് യുവതീ പ്രവേശനം വേണം എന്ന് പറഞ്ഞാൽ വേണം. അപ്പൊ ഇതിൽ അയ്യപ്പ ഭക്തരാരാണ്? ഇവിടുത്തെ ഗുരുസ്വാമിമാരാരാണ്? ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കോ വിശ്വാസികൾക്കോ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അപ്പോ അയ്യപ്പ ഭക്ത സംഗമം നടത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ്. അയ്യപ്പ ഭക്ത സംഗമം നടത്തേണ്ടത് സർക്കാരാണ്. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് എത്ര ദേവസ്വത്തിലെ പണം എടുത്ത് ഞങ്ങൾക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ ഒരു ധിക്കാരം, ഈ ഒരു അഹന്ത അത് അവസാനിപ്പിക്കാനായിട്ടുണ്ട് എന്നാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇതിന് വന്നത്. ഇങ്ങനൊരു ടൈം ഷെഡ്യൂൾ ഇപ്പൊ ഈ ഇലക്ഷൻ തലയിൽ കയറി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ഇത് വാർത്തകളിലേക്ക് വന്നതും ഇതിന്റെ ഒരു തീരുമാനമാകാൻ പോകുന്നതും ഇതിലൂടെ ക്ഷേത്ര ഭരണത്തിൽ തന്നെ ഒരു തീരുമാനം എത്തണം. ഇവിടെ നമുക്ക് കോടതി പരിഗണിക്കേണ്ടത് ഭരണഘടനാപരമായ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഹൈന്ദവ സമൂഹം വൈവിധ്യത്തിൻ്റെതാണ്. ഹൈന്ദവ ആചാരങ്ങൾ ഒരേപോലെയല്ല. ഒരു കോടതി വിധിയിലൂടെ ഇന്ത്യയെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ ഈ രൂപത്തിലായിരിക്കണം എന്ന് പറയാൻ സാധിക്കില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ സെമിറ്റിക് മതങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോ അത്തരത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അതേമാതിരി ഹിന്ദുക്കളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലൊക്കെ അത് തോന്നി. കാരണം അങ്ങനെ ഒന്നിച്ചൊരു തീരുമാനം എടുക്കേണ്ടതല്ല. അത് ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു പോകുന്ന അഭിപ്രായങ്ങൾ, അതിനനുസരിച്ചാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിലെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ള ആചാരം അത് ഭരണഘടനയുടെ വകുപ്പുകൾ വെച്ചുകൊണ്ടല്ല, മറിച്ച് ഭക്തരുടെ ആചാരവും വിശ്വാസവും യുവതികളുടെ തന്നെ അഭിപ്രായവും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് മാറ്റം വരുത്തേണ്ടത്. അതൊരിക്കലും ഭരണഘടന മാത്രം വെച്ചുകൊണ്ട് സാധ്യമല്ല. അപ്പൊ ആ നിലയിലേക്ക് തന്നെയാണ് അത് വിധി പോവുകയുള്ളൂ എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കൊക്കെ ഉണ്ട്. എന്നിരുന്നാലും രാഷ്ട്രീയക്കാരുടെ ഈ വിഷയത്തിലുള്ള ഒളിച്ചുകളി അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അതിന് തന്നെയാണ് ഇങ്ങനൊരു സമയം വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ക്ഷേത്ര ഭരണവും അതുപോലെ തന്നെ ക്ഷേത്ര ആചാരങ്ങളും ഒക്കെ തന്നെ ആയിരിക്കണം പരമപ്രധാനമായ വികസനത്തോടൊപ്പം, ഈ നാടിന്റെ വികസനത്തോടൊപ്പം അല്ലെങ്കിൽ വികസന മുരടിപ്പിനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടുകൂടി ക്ഷേത്ര ഭരണത്തെ പറ്റിയിട്ടും ക്ഷേത്ര ആചാരത്തെ പറ്റിയിട്ടും ഒക്കെ ചർച്ച ചെയ്യണം എന്ന് അയ്യപ്പസ്വാമി തന്നെ നിശ്ചയിച്ചതിന്റെ ബാക്കിയായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സമയം വന്നിരിക്കുന്നത്. ഇതൊരു അവസാനം കുറിക്കണം എന്നെനിക്ക് തോന്നുന്നു.
ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ക്ഷേത്രങ്ങൾ ഏത് രൂപത്തിൽ നടക്കുക, അത് ഭക്തർക്ക് വിട്ടുകൊടുക്കുമോ? ഈ 3 മുന്നണികളും ഉത്തരം പറയേണ്ടതാണ്. അതിനനുസരിച്ചായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സുപ്രീം കോടതിയുടെ ഈ നടപടികളെ നോക്കിക്കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.